ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവനാണെന്ന് വന്നേക്കുന്ന ഒരു സിമ്പിളും ആൻഡ് കുറച്ചധികം പണികളുള്ള ഒരു മോർണിംഗ് റൊട്ടീനാണ്. കാരണം മുമ്പ് കണ്ടതിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇക്കയുടെ വീട്ടിലുള്ളത്, അതുകൊണ്ട് പണികളൊക്കെ നമുക്ക് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ രാവിലെ തന്നെ ഈ ചായയിൽ തുടങ്ങിയേക്കുന്നതാണ്. നമ്മുടെ കടലക്കറിയാണെന്ന് തോന്നുന്നു. കടലക്കറി അവിടെ ആയിട്ടിരിക്കുന്നുണ്ട്. ഒറ്റക്കന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. പിന്നെ പുട്ടും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോമോ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ ഞാൻ കഴിച്ചു നോക്കും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിക്കും. കാരണം ഇവിടെ 8 മണിയാകുമ്പോഴേക്കും ഞാൻ ചായ കുടിക്കാറുണ്ട് കേട്ടോ. കാരണം നല്ല വിശക്കാറുണ്ട്. നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ എൻ്റെ വീട്ടിലാകുമ്പോൾ 9 മണിക്ക് എഴുന്നേൽക്കും, 9:30 ആകുമ്പോൾ ചായ കുടിക്കും. ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നേരത്തെ എഴുന്നേൽക്കണതുകൊണ്ട് തന്നെ നല്ല വിശപ്പാണ്. അപ്പോൾ പിന്നെ ടേബിളിലൊന്നും ഇരുന്ന് കഴിക്കാൻ നിൽക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഹോളിൽ വരും, TV ഉണ്ട്, അങ്ങനെ കഴിക്കാമെന്നുള്ള മൈൻഡിൽ വന്നിരിക്കുന്നതാ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ജനലൊക്കെ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ വെയിലായിരുന്നെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞ് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ മോമോ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ പുട്ടും കടലയൊക്കെ തിന്നാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ പുട്ടും കടലയും തിന്നുന്നത് എന്തോ ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ രസിച്ചിരുന്ന് തിന്നാണ്. മോമോ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ തീർക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല രസത്തിലിരുന്ന് കഴിക്കാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു കഴിച്ച പാത്രം കൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രാവിലത്തെ പരിപാടി അങ്ങോട്ട് തീരും. പിന്നെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ കഴുകി വെച്ചിട്ടോ. അപ്പോൾ അതിന് ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള നേരം കിട്ടിയില്ല. കാരണം ഞാനിങ്ങനെ ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഓരോ പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതധികം നോക്കി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് ട്രൈപോഡും കാര്യങ്ങളും ഇല്ല, എനിക്ക് ഒരെണ്ണം വാങ്ങിക്കണം. എൻ്റെ ഉള്ള ട്രൈപോഡ് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മോമോ എഴുന്നേറ്റു, അവന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. ഭയങ്കര ഇടിപിടി എന്നുള്ള പരിപാടിയാണ് അവൻ്റെ ഫുഡ് കൊടുക്കൽ. അങ്ങനെ പിന്നെ റൂമിലേക്ക് വന്നു, ബെഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിടണം കേട്ടോ. രാവിലെ കുറച്ച് നേരമെങ്കിലും ഇങ്ങനെ ബെഡ് നല്ല നീറ്റാക്കിയിട്ടും, കാരണം മോമോ ബെഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ അലമ്പാക്കിയിട്ടു കേട്ടോ. പിന്നെ ക്യാമറ ഷൂട്ട് ചെയ്യാൻ വെച്ച് എവിടെ കണ്ടാലും മോമോ ഒന്ന് എത്തി നോക്കും കേട്ടോ. ഞാനിങ്ങനെ ചില വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് പിള്ളേർ നോക്കാതെയൊക്കെ വീഡിയോ എടുക്കുന്നത്, അത് എൻ്റെ മോൻ്റെ കേസിൽ എനിക്ക് നടക്കാറില്ല കേട്ടോ. ചെറുതായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ബെഡും കാര്യങ്ങളും ക്ലീൻ ചെയ്തിടാണ്. ഞാൻ മോമോ രാത്രി ഒരു അംഗം തന്നെയാണ് കേട്ടോ ഉറങ്ങണ ടൈമിൽ. കാരണം മോമോനെ ഉറക്കാൻ നല്ല പണിയാണ്. അവൻ്റെ ഒരു ചുമയുടെ ടോയ്സ് ഉണ്ടാവും ബെഡിൽ. ഇവിടെ ആകുമ്പോൾ പിന്നെ അധികം ടോയ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 2-3 ഉള്ളൂ. അപ്പോൾ 2-3 മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു ചുമയുടെ ടോയ്സ് അവനും കയറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ബെഡും കാര്യങ്ങളൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്, എല്ലാം നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ബെഡ് ഞാൻ മിക്ക വീഡിയോസിലും പറയണം, ബെഡ് നീറ്റാക്കിയതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ബാക്കി എല്ലാ പരിപാടിയും ചെയ്താൽ എനിക്ക് റൂമിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ആഹാ കൊള്ളാം എന്ന് തോന്നണം. നല്ലൊരു വൈബ് കിട്ടണം. എന്നാലും എനിക്ക് ആ ഒരു ഡേ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളും പുതപ്പും കാര്യങ്ങളൊക്കെ വിരിച്ച് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ പരിപാടി അടിച്ചുവാരലാണ്. ഇന്ന് ഞാൻ തുടച്ചിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ ഞാൻ ഒരു ദിവസം തുടച്ചാൽ പിറ്റേ ദിവസം 1.5 വീതം കേട്ടോ തുടക്കാറുള്ളൂ. കാരണം അധികം ആരും ചവിട്ടി കൂട്ടാനും മാത്രമില്ല. മോമോ പിന്നെ പകലൊന്നും അവന് പുറത്തിറക്കില്ല, വൈകുന്നേരമൊക്കെ മാത്രമേ അവന് പുറത്തിറക്കുള്ളൂ. പിന്നെ ഞാനും ഉമ്മച്ചി മാത്രമേ ഉള്ളൂ. പിന്നെ അധികം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ക്ലീനിങ് പരിപാടിയൊന്നുമില്ല കേട്ടോ. പിന്നെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിരിച്ചിടാം കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ ക്ലിപ്പിങ്സ് കട്ടായിപ്പോയി, എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആ തുണി വിരിച്ചിടൽ പരിപാടിയൊക്കെ ഇവിടെ ഒരു 11 മണി 10:30 11 മണി ആ ടൈമിൽ എൻ്റെ എല്ലാ പണിയും കഴിയും കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാം. പിന്നെ ഞാനും ഉമ്മച്ചി കുറച്ച് നേരം സിറ്റ് ഔട്ടിലേക്ക് ഇരുന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടി ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിപ്പയും മറ്റേ കർണാടകയിലെ ലോറി സംഭവം അതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചി സംസാരിച്ച് തുടങ്ങി തന്നെ നോൺ സ്റ്റോപ്പാണ്, ഞാൻ അതിലപ്പുറത്താണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുടിക്കുന്ന വെള്ളമൊക്കെ തൊട്ടപ്പുറത്ത് ആൻറ്റിയുടെ അവിടെ നിന്ന്, അപ്പോൾ അപ്പുറത്തുള്ള ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കിണറിൽ അടിച്ച് ഞങ്ങളുടെ ടാങ്കിലേക്ക് കയറ്റുക, ആ ഒരു രീതിയിലായിട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് മോട്ടർ അവിടെ ഓൺ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോമോ പോവാണ് കേട്ടോ. ഞങ്ങൾ ഈ പ്രാവശ്യം വന്നേ പിന്നെ ആൻറ്റിയുടെ വീട്ടിലൊന്നും പോയിട്ടില്ല. ഇപ്പോൾ വന്നിട്ടിപ്പോൾ ഓൾമോസ്റ്റ് 2 വീക്ക് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നല്ല ഫുള്ള് റബ്ബറാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു സൈഡ് ഫുള്ള് റബ്ബറാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ നിന്നു. അതാണ്, ഇത്രയും സിമ്പിളാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.